ജീവൻ രക്ഷിക്കാനായി സമയത്തിനോടും മരണത്തിനോടും പന്തയമിടുന്നവർ, അതാണ് ആംബുലൻസ് ഡ്രൈവർമാർ. ഇന്ന് അത്തരത്തിലൊരു യഥാർത്ഥ ഹീറോയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന രാജേന്ദ്രൻ ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അങ്ങനെ അപ്പം പറയും നിങ്ങൾ റെസ്റ്റ് എടു, ഇത്രയും ദിവസം ഓടിയതല്ലേ, അപ്പോൾ എന്താ റെസ്റ്റ് എടുക്കാൻ പറ്റും. അവരും കിടന്ന് ഞങ്ങളും കിടന്ന്. രാത്രി ഒരു 12 മണിയായപ്പോൾ ഒരു ഭയങ്കര മന്ത്രം. അത് ഭാഷ ഹിന്ദിയാണോ ഇനി പഞ്ചാബിയാണോ എന്ത് ഭാഷയാണെന്ന് എനിക്കറിയില്ല. അത് നല്ല മുഴക്കത്തിൽ തലയിൽ എനിക്ക് കേൾക്കുന്നുണ്ട്, നല്ല രീതിയിൽ വലിയ ശബ്ദത്തിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് നോക്കാം, കൗതുകത്തിന് വേണ്ടി തല പൊക്കിയപ്പോൾ ഈ കട മൊത്തം ഇരുട്ട്, അവിടെ ഒന്നും ആരുമില്ല. ഞങ്ങളെന്തിനും പുറത്തിറങ്ങി ചെന്നപ്പോൾ കട അടഞ്ഞ് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. അവരുമായിട്ട് നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞാൽ എന്നോട് കേരളത്തിൽ നിന്നാണ്, ട്രിവാൻഡ്രമാണ്. എവിടേക്ക് പോകണം? അത് ആസാമിലേക്ക്. നിങ്ങൾ ഇത്രയും ദൂരം എന്തിനു ഓടി വന്ന്? ഇത് വളരെ അപകടം പിടിച്ച ഒരു കാടാണ്, അവിടെ നിങ്ങളെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം. അവിടെ ചെന്ന് ഈ ബോഡി ഇറക്കി ഇപ്പോൾ ഒരാളിങ്ങോട്ട് ഓടി വന്ന് എന്തിനാ കൊണ്ടുവന്നേന്ന് ആദ്യത്തെ ചോദ്യമാണ്. അങ്ങനെ ഒരു പേടിയില്ല. പിന്നെ ഈ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. എനിക്ക് 21 വയസ്സേ ഉള്ളായിരുന്നു. 20 ദിവസം കഴിഞ്ഞപ്പം വിളിച്ച് പൈസ അയക്കുകയാണ്, അതിനില്ലേ വലിയ ഉപകാരമായിരുന്നു. പക്ഷെ അച്ഛനെ രക്ഷിക്കാൻ പറ്റിയില്ല നമുക്ക്. അപ്പം ഇതിന് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സൈറൻ ചിലര്. അപ്പോൾ എന്ന് വെച്ചാൽ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വല്ല ആവശ്യത്തിന് പോകുമ്പോൾ ഈ ബ്ലോക്കുകളിടത്തും മറ്റും ഈ സൈറൻ ഇട്ട് പോകാറുണ്ട്. നമ്മുടെ കോട്ടൂർ വനം ഇവിടെ നിന്ന് 40-50 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്തിട്ട് ചിലർ തേനെടുക്കാൻ പോകുമ്പോഴേക്കും ഈ ബോഡി കാണുന്ന അത് പുഴുത്ത് നല്ല ബൾജായി നിൽക്കും, നാറ്റവും കാണും, ഈച്ച അരിച്ച്. ഈ ട്രെയിനിനൊക്കെ തട്ടിയിട്ട് 2, 3, 4 കഷ്ണങ്ങൾ കാണും, എല്ലാം പീസായി പോവും, മുഖം വികൃതമായിരിക്കും. അപ്പോൾ അതൊരു ഈ പനമ്പായിൽ ആണ് വാരി കെട്ടുന്നത്. ഇപ്പോഴാണ് ഭയം മാറിയ, അന്ന് നല്ല ഭയം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് മൊത്തം. അത് കഴിഞ്ഞ് ഒരു ദിവസം പകല് ഞാൻ വരെയാണ്. അപ്പോൾ അന്ന് ചെറുതായിട്ടൊക്കെ കടകൾ തുറന്നു തുടങ്ങി. ആദ്യം മൊത്തം ലോക്കായിരുന്നല്ലോ. കട തുറന്ന് ഞാൻ ഒരു ഹോട്ടലിലേക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. ഭക്ഷണം ഇല്ല, നിങ്ങൾക്ക് ഭക്ഷണം ഇല്ലെന്ന്. അവിടെ തരില്ല, കൊറോണ വണ്ടി കണ്ട്. രാജേന്ദ്രൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, ആദ്യമായിട്ടുള്ള ചേട്ടൻ്റെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു? അത് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാനായിട്ട് പറ്റും. അത് 91 ഞാൻ തുടങ്ങി. ആ സമയത്ത് എമർജൻസി ആയിട്ടുള്ള ഓട്ടങ്ങൾ കുറവാണ്. ഇത്രയും ഈ അപകടങ്ങളും മറ്റും തീരെ കുറവാണ്. പിന്നെ വരുന്നത് അപൂർവം. പിന്നെ ഡെത്താണ്. ഡെത്ത് കൊണ്ടുപോകുന്നതാണ് പ്രധാനമായിട്ട്. അന്ന് ഈ രോഗീനെ വീട്ടിൽ നിന്ന് എടുപ്പ് കുറവാണ്. അന്ന് എന്തെങ്കിലും ഒരു വാഹനത്തിൽ കയറ്റി കൊണ്ടുവരും. നമ്മുടെ മെഡിക്കൽ കോളേജ് ഭാഗത്ത് 4 ആംബുലൻസേ ഉള്ളു. അന്ന് സ്വകാര്യ വ്യക്തിയൊക്കെ പെർമിറ്റ് കൊടുത്തിട്ടില്ല ആംബുലൻസിന്. പിന്നീട് ഈ ഇതിൻ്റെ ലഭ്യത കുറവ് വന്നപ്പോൾ സർക്കാർ ഒരു 91-ലാറ്റുമാണ് തീരുമാനിച്ചത് സ്വകാര്യ ആംബുലൻസ് ആവശ്യമാണെന്നും അത് പെർമിറ്റ് കൊടുക്കാമെന്നും തോന്നി. ആ സമയത്താണ് നമ്മളൊക്കെ തുടങ്ങുന്നത്. അന്നൊരു 4 വണ്ടിയേ ഉള്ളു. അന്ന് കൂടുതലും ഡെത്താണ്. രോഗിയെ വീടുകളിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ, ഒരു കാറുകളിൽ വീട്ടിൽ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും. മൃതശരീരമാണ് കൂടുതലും അന്ന് കൊണ്ടുപോകണത്. ആദ്യമായിട്ട് സീരിയസ് ആയ ഒരു രോഗിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എപ്പോഴാണെന്നുള്ളത് ഓർമ്മയുണ്ടോ? സീരിയസ് ആയിട്ട് അത് വർഷങ്ങൾക്ക് മുമ്പാണ്, എനിക്ക് നേരിയ ഓർമ്മയുള്ളൂ. അത് വീട്ടിൽ നിന്ന് എടുത്തിട്ട് അന്ന് ഇത്ര റോഡിൽ തിരക്കൊന്നുമില്ല. നമ്മുടെ അന്ന് ഇതാണൊക്കെ പെട്ടെന്ന് ആൾക്കാർ മാറിത്തരില്ല, പെട്ടെന്ന് നമുക്ക് സൈഡ് കിട്ടില്ല. എന്നാലും പിന്നെ സാധാരണ ഒരു സ്പീഡിൽ എത്തിക്കാനൊക്കെ അത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടെത്തിച്ചതായിരുന്നു ആദ്യമായിട്ട്.
പേടിയുണ്ടായിരുന്നു ആദ്യമായിട്ട് കയ്യിലല്ലേ, ഒരു വളയത്തിലല്ലേ? അങ്ങനെ ഒരു പേടിയില്ല. പിന്നെ ഈ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു. എനിക്ക് 21 വയസ്സേ ഉള്ളു. അതൊരു പേടിയായിരുന്നു ആദ്യമൊക്കെ. രാത്രിയൊക്കെ ആയിരിക്കും തിരിച്ചു വരണം. ആദ്യമായിട്ടൊരു കായംകുളം ഭാഗത്താണ് പോയ ഒരു ബോഡിയായിട്ട്. പിന്നെ അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് അവിടെ ഭയങ്കര നിലവിളി. അപ്പം 2 കുട്ടികൾ, ഒന്നിന് 5 വയസ്സും ഒന്നിന് 10 വയസ്സും. അപ്പോൾ ആ വീട്ടിൽ ആശ്രയമാണ് ഈ മരിച്ച ആള്. അതൊക്കെ ഒരു മനസ്സിനൊരു പ്രയാസം തന്നെയാണ്, നെഞ്ചിനൊരു വേദനയാണ്. അത് നമ്മൾ മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും അധികം ചേട്ടൻ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് പോയ ഒരു യാത്ര എപ്പോഴായിരിക്കും എന്നുള്ളത് ഓർമ്മയുണ്ടോ? റെസ്ക്യൂ ഓപ്പറേഷൻസ് കുറവാണല്ലേ ചെയ്തിട്ടുള്ളത്? ആദ്യമൊക്കെ കുറവായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഒരുപാടുണ്ട്. വീടുകളിൽ നിന്നൊക്കെ ഈ മറിഞ്ഞു വീണതും, ബാത്റൂമിലൊക്കെ മറിഞ്ഞു വീണ് മണ്ട പൊട്ടിയതും, പിന്നെ മറ്റു പലതും വീടുകളിൽ നിന്ന് എടുക്കാറുണ്ട്. ഒരു സമയം ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? ഒരു അല്പസമയം വൈകി കഴിഞ്ഞാൽ 1 മിനിറ്റ് മതി. അപ്പോൾ കൈകളിൽ ആ വളയത്തിലാണ് അപ്പുറത്തിരിക്കുന്നവരുടെ ജീവിതങ്ങളും. അപ്പൊ ഈ ഒരു ചിന്ത എന്തായിരിക്കും അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ? ആ രോഗിയെ പറ്റിയ ചിന്തയുള്ളു, എങ്ങനെയും രക്ഷിക്കുക. അപ്പൊ ഈ ഇപ്പോഴത്തെ തിരക്കറിയല്ലോ, റോഡില ഒരു ചെറിയ ഗ്യാപ്പേ കിട്ടൂ, ഒരു ഇത്രയൊക്കെ കിട്ടൂ 2 വണ്ടിയുടെ ഇടയിൽ. അത് ഒരിടവും ഒരയാതെ അത്രയും സ്പീഡിൽ മാക്സിമം കൊണ്ടുപോകുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും എല്ലാവരും, നമ്മളെ തിരുവനന്തപുരം ജില്ലയിലാണ്, എല്ലാവരും പെട്ടെന്ന് കഴിയുന്നിടത്തോളം എത്ര വണ്ടി ഞെരുങ്ങി നിന്നാലും ഒരു സൈഡ് തരുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ല. ഇതൊരു എമർജൻസി എന്താണെന്ന് പോലും ഇതിനകത്ത് ആരാണെന്നോ അങ്ങനെയൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. എല്ലാവർക്കും അവരോരോ കാര്യം. ഇപ്പം അങ്ങനെയല്ല, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ എത്തിച്ചത് കൊണ്ട് മാത്രം ഒരു സെക്കൻഡ് എന്നുള്ള സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് അങ്ങനെ ഒരു സെൽഫായിട്ട് ഒരു സൂപ്പർ ഹീറോ ഫീലൊക്കെ വന്നിട്ടുണ്ടോ? സന്തോഷം അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്ന് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, അപ്പോഴും അദ്ദേഹത്തിന് ജീവൻ കാണും. ഏത് അവസ്ഥയാണെന്ന് പിന്നെ ഞങ്ങൾ അന്വേഷിക്കാറില്ല. ചിലർ പറയും കുഴപ്പമില്ലാതെ സുഖമായിട്ടുണ്ടെന്ന്, എല്ലാവരും പറയാറില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ പിന്നീട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലായിരുന്നു, വലിയ ഉപകാരമായിരുന്നു. ഈ ഇടയ്ക്ക് ഒരു അച്ഛനെ കൊണ്ടുപോയി, രാത്രി 1 മണിയായപ്പം വിളിച്ചു. മകളാണ് വിളിക്കണ, നമ്മുടെ പേട്ട ഭാഗത്തുനിന്ന്. അപ്പം എൻ്റെ കൂടെ പറഞ്ഞു ഒരാൾ സഹായത്തിന് വേണം, ഞാൻ ഇത്തിരി ദൂരെ നിൽക്കുകയാണ്. അച്ഛനും വേറെ ഹോം നേഴ്സുണ്ട്, അദ്ദേഹം ഉള്ളു. അച്ഛന് നല്ല ഭാരമാണ്, ഇതിനു മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട് ചെക്കപ്പിന്. അപ്പം നേരെ അവിടെ ചെല്ലുകയാണ്. ചെന്നാൽ പിന്നെ ഞങ്ങൾ പിന്നെ ഒരു പയ്യനും കൂടെ വന്നു, ഡ്രൈവറേയും കൂടെ അവർ വിളിച്ചു വരുത്തി, എടുത്ത് കയറ്റി പെട്ടെന്ന് നമ്മുടെ മെഡിക്കൽ കോസ്മോ ഹോസ്പിറ്റലിൽ എത്തിച്ച്. പിന്നെ ഞാൻ ഈ മാഡം വരാത്തതുകൊണ്ട് ഞാൻ പൈസ വാങ്ങിക്കാൻ നിന്നില്ല, എങ്ങ് പോകുന്നു. 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴേ മാഡം എന്തായി അച്ഛനെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പൊട്ടിക്കരച്ചിൽ, ഡെത്തായിപ്പോയി. അതുകൊണ്ടാണ് പൈസ അയക്കാത്തത്. ഞാൻ പറയും കുഴപ്പമില്ല മാഡം, എല്ലാം കഴിഞ്ഞ് അയച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പം വിളിച്ച് പൈസ അയക്കുകയാണ്. അതിനില്ലേ വലിയ ഉപകാരമായിരുന്നു. പക്ഷെ അച്ഛനെ രക്ഷിക്കാൻ പറ്റിയില്ല നമുക്ക്. അച്ഛനൊരു 85-90 വയസ്സിനകത്ത് വരും. അങ്ങനെ ഒരു സംഭവം ഈ ഇടയ്ക്കുണ്ടായി. വണ്ടിയിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ മരണം സംഭവിച്ചു. അതുകൊണ്ട് വണ്ടിക്കകത്ത് വെച്ച് മരിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് കൂടെയുള്ളവരുടെ കൂട്ടക്കരച്ചിലും നിലവിളിയും എങ്ങനെയാ പറ്റുന്ന ആ ഒരു? അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അവർ വളരെ പ്രയാസത്തോട് നിലവിളിയും. ചില ഹോസ്പിറ്റലിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ ഒക്കില്ല. എത്തിച്ചാൽ പിന്നെ അത് പ്രൊസീജിയർ മാറും. പിന്നെ പോസ്റ്റ്മോർട്ടത്തിന്, പിന്നെ പോലീസിൻ്റെ കസ്റ്റഡി, വീട്ടിലേക്ക് പറഞ്ഞു കൊടുക്കും. ഇനി ഇതൊരു നാച്ചുറൽ ഡെത്താണ്, അത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാൽ നിങ്ങൾ അത് കാഷ്വാലിറ്റിയിൽ അവർ നേരെ മോർച്ചറിയിൽ വയ്ക്കും, നമ്മൾ പറഞ്ഞാൽ തരില്ല എന്ന് പറയാം. അത് നിങ്ങളെ സമ്മതം വേണമെന്ന് പറയും. അപ്പോൾ അവർ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഡോക്ടറെ കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ ഇപ്പോഴും ഒരുപാട് ഡോക്ടർമാരുണ്ടല്ലോ ഹോം സർവീസായിട്ട്. പിന്നെ ആരെങ്കിലും പരിചയമുള്ളവരോട് വിളിച്ച് അവർ വന്ന് വീട്ടിൽ വന്ന് പരിശോധിച്ച് കൺഫേം ചെയ്യും. തിരുവനന്തപുരം വിട്ടിട്ട് മറ്റെവിടേക്കെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ? മറ്റേതെങ്കിലും ജില്ലകളിലേക്കോ മറ്റോ സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ആസാം വരെ പോയിട്ടുണ്ട്, ബംഗാളിൽ പല പ്രാവശ്യവും പോയിട്ടുണ്ട്, പിന്നെ രാജസ്ഥാൻ പോയിട്ടുണ്ട്. യാത്രക്കിടെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ബോഡിയായിട്ടൊക്കെ ബുദ്ധിമുട്ട്, പക്ഷെ അതൊക്കെ ഡേഞ്ചർ മേഖലയാണ്, നമുക്കറിയില്ല. നമ്മൾ ഈ 4 ദിവസം എടുത്ത് അന്ന് ആസാം ഒരേ കണക്കാണ് ഓടുന്ന, ആഹാരം കഴിക്കാൻ മാത്രമേ നിർത്തൂ.
അപ്പോൾ അതിൽ മരണപ്പെട്ട ആൾ അച്ഛനും 2 സഹോദരന്മാർ പിന്നെ 2 കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ഈ ഉൽഫകള അന്ന് 1998 1998 അപ്പോൾ ഈ കാട് ഉണ്ട്, നമുക്കറിയില്ല, ഫ്രണ്ടിലും വണ്ടിയില്ല ബാക്കിലും വണ്ടിയില്ല, ഞങ്ങൾ മാത്രമുണ്ട്. എന്താണ് കാരണമെന്നും പിടിയില്ല. വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോയി ഒരു മിലിറ്ററി ക്യാമ്പിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മളുടെ നമുക്കൊന്ന് ഒതുക്കാം, ഇവിടെ നിർത്തി നോക്കാമെന്ന് പറഞ്ഞു. എന്താണ് എവിടെയാണ് ദിശയൊന്നും അറിയാൻ പറ്റും. ഇവന്മാർക്കുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവർ ആ വില്ലേജിലെത്തി അവർക്ക് വീടറിയാം. നമ്മുടെ വീട് ഉള്ളൂർ, നമുക്ക് കൊല്ലം പോകാനുള്ള വഴി അറിയാം, കോട്ടയം പോകാനുള്ള വഴിയും മിക്കവർക്കും മലയാളിയൊക്കെ അറിയാൻ പറ്റും. ഇവന്മാരെ വില്ലേജിൽ ചെന്നാലേ അറിയാൻ പറ്റൂ. അങ്ങനെ പോയി ഇവർ അവിടെ നിർത്തി. ഒരു അവിടെ അത്രയും ലോറികളാണ്, വേറെ ഒരു വാഹനവും ഇല്ല. ആയുള്ള തമിഴ്നാട് വണ്ടിയില്ല, കേരള സ്റ്റേറ്റ് വണ്ടിയില്ല, അയാളുടെ ആന്ധ്ര വണ്ടി, പിന്നെ എല്ലാം ബംഗാളിൻ്റെ വണ്ടി. പിന്നെ ആന്ധ്രക്കാരൻ്റെ അവിടെ പോയി ചോദിച്ച്, അവരുമായിട്ട് നിങ്ങൾ എവിടെ നിന്ന് പറഞ്ഞാൽ എന്നാണ് കേരളത്തിൽ നിന്നാണ്, ട്രിവാൻഡ്രമാണ്. എവിടേക്ക് പോകണം? അത് ആസാമിലേക്ക്. നിങ്ങൾ ഇത്രയും ദൂരം എന്തിനു ഓടി വന്ന്? ഇത് വളരെ അപകടം പിടിച്ച ഒരു കാടാണ്, അവിടെ നിങ്ങളെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം. നിങ്ങൾ എങ്ങനെ ഇഞ്ഞെത്തി? ഇനി മുന്നോട്ട് പോകരുത്. അപ്പം രാത്രി ഏതാണ്ട് 2-2:30 മണിയെ ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞ് 4 മണിയാകുമ്പം പൊയ്ക്കോളാൻ പറഞ്ഞ്. പിന്നെ പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഈ ക്യാമ്പിൽ പട്ടാളക്കാർ തോക്കുമായിട്ട് ഇങ്ങനെ പുറത്തിറങ്ങും, അകത്ത് കയറും, പിന്നെ വലിയ വാനിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു റെസ്റ്റും ഇല്ല. അത് അവിടെ അത്ര ഡേഞ്ചർ മേഖലയാണ്. അങ്ങനെ ഒരു 4 മണിയായപ്പോഴും ഞങ്ങൾ 4 മണിക്ക് എങ്ങനെ പോകും? നമ്മുടെ നാട്ടിൽ വെളുക്കില്ലല്ലോ. പക്ഷെ അവിടെ സൂര്യ ഉദിച്ചു കഴിഞ്ഞ് ആ സമയത്ത്. അതെന്താണെന്തോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അപ്പോഴി തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട്, പിന്നെ ഇത് മേഘാലയയിൽ കൂടെ കയറിയിട്ടാണ് പിന്നെ ആസാമിൻ്റെ ഈ ദുബ്രിഘട്ട് കിടക്കണം. അത്ര ദൂരം. പിന്നെ ഒരു വൈകിട്ടായപ്പോൾ അവിടെ ഓടിയെത്തി. അവിടെ ചെന്ന് ഈ ബോഡി ഇറക്കി. ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് ഓടി വന്ന്, എന്തിനാ കൊന്നു കൊണ്ടുവന്നേന്ന് ആദ്യത്തെ ചോദ്യമാണ്. ഞങ്ങൾ അപ്സെറ്റായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും, വല്ല നാടും. അപ്പോൾ അച്ഛനും 2 സഹോദരന്മാരും കൂടെയുണ്ട്. അത് നമുക്കൊരു ധൈര്യം വരുന്നു. എന്തായാലും ഉപദ്രവിക്കില്ല, അവരെന്തായാലും അതിന് മറുപടി പറയുമെന്നറിയാം. അപ്പോൾ ഈ അവിടെയൊക്കെ പ്രധാനമായിട്ട് ഗ്രാമത്തലവന്മാരാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഗൃഹനാഥന് പോലും റോളില്ല. അപ്പോൾ അദ്ദേഹം വരും, അദ്ദേഹം കൈകാര്യം ചെയ്യും. പണം ഈ കൃഷി ചെയ്യുന്നത്, ആ കൃഷിയുടെ ആദായം ഇയാൾ മുൻകൂട്ടി കൊടുക്കും. ഇവരെ വസ്തുവിൻ്റെ കൃഷി മൊത്തം ഇദ്ദേഹമാണ് വാങ്ങിക്കണം. ഇങ്ങനെ ഇവിടെ കുറേ പേരുണ്ട്. അതിൽ പ്രധാനിയാണ് ഈ വരുന്നത്, ഈ മരണപ്പെട്ട. അപ്പോൾ അദ്ദേഹം ഇവനെ ഞങ്ങളെ അടിക്കണം. അപ്പോൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നണം. അപ്പോൾ അയാളെ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് തള്ളി വന്ന്, അപ്പോൾ അവർ മറ്റേ അടിക്കാനായിട്ട് വന്ന് ബന്ധു. അപ്പോൾ ഞാൻ കേട്ടു, എന്താണ് അത്, നിങ്ങളാണ് കൊന്നു കൊണ്ടുവന്ന. അപ്പോൾ ആരോഗ്യമുള്ള ഒരു പയ്യനായിരുന്നു. അതെന്ത് സംഭവിച്ചു? അങ്ങനെ അടിക്കാൻ വരെയാണ്. അപ്പോൾ ബന്ധുക്കൾ അച്ഛൻ പറഞ്ഞ് ആര് പറഞ്ഞ് അവൻ കേൾക്കില്ല. അതിന് ഗ്രാമത്തലവൻ സമയത്തെത്തി, അല്ല അടി കിട്ടിയെന്ന് അയാൾ പറഞ്ഞ് മാറി നിൽക്കാൻ പറഞ്ഞ്. പക്ഷേ അയാളെ കണ്ടപ്പം ഭയപ്പാടോടും ബഹുമാനത്തോടും കൂടി മാറി നിന്ന്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. പല ഭാഗത്ത് പോകുമ്പോഴും ചിലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ബംഗാളി വെച്ച് സംഭവിച്ചിട്ടില്ല, ആസാം അതൊരു അനുഭവമാണ്. നമ്മുടെ നാടല്ലേ, ഭാഷ തന്നെ നമുക്ക് നിശ്ചയമില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി പണിയെടുത്തിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഭയങ്കര കഷ്ടമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ ബംഗാളി പോയി പൈസയ്ക്ക് വേണ്ടി കിടന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ നിന്ന് അപ്പം സാധാരണ കോൺട്രാക്ടർമാരാണ് പണം തരുന്ന. അപ്പം ഇവന്മാർ വന്നിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. ഒരുത്തൻ ഡെത്തായി. അങ്ങനെ 4 കൂട്ടുകാരും കൂടെ വണ്ടി പിടിച്ച് അവിടെ ചെന്ന് നമ്മുടെ ബംഗാളിൽ ചെന്നിട്ട് ആസാമിലേക്ക് പോണ വഴിയിൽ ഒരു സ്ഥലമുണ്ട്, എന്തോ ഒരു സ്ഥലമാണ്, അത് ഞാൻ മറന്നുപോയി. അവിടെ എത്തി. അവിടെ ചെന്നപ്പം 45,000 ഒറ്റ അന്നായി. അന്ന് 95-ലാണ്. അവിടെ ചെന്ന് പൈസ കുറച്ച് തന്നു. ഇവിടെ വഴി വെച്ച് ഡീസൽ അടിക്കാൻ വാങ്ങി. അവിടെ ചെന്നും പൈസയില്ല. അപ്പോൾ അച്ഛൻ വന്ന് മകന് ബോഡി കണ്ട് ബോഡി എടുത്ത് ദഹനത്തിന് വെച്ച് അടയ്ക്കുമ്പോൾ ഈ കൂട്ടുകാരിയെന്ന് പറഞ്ഞ് പണം കൊടുക്കണമെന്ന് പറഞ്ഞ് ഇത്ര രൂപയായിട്ടുണ്ട്, കൊടുത്തേ പറ്റൂ. അയാൾ പറഞ്ഞ പണം എൻ്റെ ഇല്ല, ഞാൻ തരില്ല. അയാൾ അപ്പോഴും എന്നെ പശുവിനെയും പിടിച്ച് പോത്തിനെയും പിടിച്ച് വയലിലേക്ക് പോയി. അവിടെ വേറെ ചടങ്ങും ദുഃഖമൊന്നുമില്ല. അപ്പോൾ അത് നമ്മളൊരു ഞെട്ടിച്ചരങ്ങാണ്. ഒരു അച്ഛന്, ആ പിതാവിന്
ദുഃഖമില്ല. അയാൾ അതുമായിട്ടങ്ങ് പോയി. പിന്നെ ഈ കൂട്ടുകാരുടെ ബന്ധുക്കൾ നമ്മളെ കൂടെ വന്ന് സമാധാനപ്പെടുത്തി ഞങ്ങളെല്ലാവരും കൂടെ പിരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ പണം കിട്ടി. ബാക്കി അവന്മാർ ഒരു 9,000-ഓളം രൂപ വന്നിട്ട് തരാമെന്ന് പറഞ്ഞു നാട്ടിൽ. അവന്മാർ തിരിച്ച് ജോലിക്ക് വരും. പിന്നെ അതൊരു 3 ദിവസം കിടന്നു. പിന്നെ 3 ദിവസം അവർ ആഹാരമൊക്കെ തന്ന്. ആ 3 ദിവസം കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കണം. പിന്നെ ഒരു 3,000-4,000 രൂപ തന്നു. ബാക്കി പോയി. ചേട്ടാ, ഇപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് അർജൻറ്റായിട്ട് ഒരു കേസ് വരുവാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്യുന്നത്? തയ്യാറെടുക്കുക, ആദ്യം കണ്ടീഷൻ ചോദിക്കും. എന്താണ് ചുറ്റുപാട്, അപ്പം ബോധമുണ്ടോ ബോധമില്ലേ, ഓക്സിജൻ്റെ സപ്പോർട്ട് വേണോ. ഓക്സിജൻ എപ്പോഴും വണ്ടിയിലുണ്ട്, നമ്മുടെ 3 വണ്ടിയിലും ഉണ്ട്. അത് അപ്പോൾ അവർ കാര്യം പറയും. അപ്പോൾ അതിൻ്റെ രീതിയിൽ അവിടെ ചെല്ലുമ്പം അതിനു മുമ്പ് ചോദിക്കും വീട്ടിൽ എത്ര ആളുണ്ട്, എടുക്കാനൊക്കെ രോഗി എങ്ങനെയാണ് കിടക്കണത്. ചിലപ്പോൾ ബാത്റൂമിൽ വീണ് ചുരുണ്ട് കിടക്കും. അപ്പം സ്ത്രീകൾ മാത്രമേ കാണും. അപ്പം ആരെങ്കിലും കൊണ്ടുവരണമെന്ന് പറയും. അപ്പം നമുക്ക് ആൾക്കാരുണ്ട്, അവരാരെങ്കിലും കൂടെ കൊണ്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് സ്ട്രെച്ചർ അങ്ങ് ഉള്ളിലേക്ക് ഞങ്ങൾ പൊക്കി കയറ്റും. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും. ചിലപ്പോൾ സെക്കൻഡ് ഫ്ലോർ ആയിരിക്കും. അവിടെ നിന്നാലും ഇറക്കും, താഴെ കൊണ്ടുവന്ന് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാറുണ്ട്. എപ്പോഴെങ്കിലും ഇതുപോലെ വീട്ടിലേക്ക് പോകുമ്പോൾ വളരെ മോശമായ രീതിയിൽ ചേട്ടനോട് പെരുമാറി, സമയത്ത് എത്തിയില്ലെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ രോഗി ചില മാനസിക പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ചീത്ത വിളിക്കാറുണ്ട്. എന്നെ കൊല്ലാൻ കൊണ്ടുപോകണമാണ്, നീ ആരടാ, അങ്ങനെ. അല്ലാതെ വേറെ ഒന്നുമില്ല. റോഡിൽ വെച്ച് ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴായിട്ട് ആംബുലൻസ് പോകുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ മാറി തരാത്ത കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയോ എത്ര മാത്രം മനുഷ്യത്വം നശിച്ചോ എന്നൊക്കെ ആലോചിച്ച സാഹചര്യങ്ങളുണ്ട്. ചേട്ടൻ എന്തായാലും അങ്ങനത്തെ ഇൻസിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, എവിടെ ഉണ്ടായിട്ടില്ല? ഒരിടോ ഇല്ല. പിന്നെ ചിലരെന്ന് ചീത്ത വിളിക്കും, ഇവിടെ പോണ്ട എന്ന് ചോദിക്കും. നമ്മളത് ശ്രദ്ധിക്കൂല, ബാക്ക് വശ്. ഇപ്പൊ ഇതിന് ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്, ഇതിന്റെ സൈറൻ ചിലര്. അപ്പോൾ എന്ന് വെച്ചാൽ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി വല്ല ആവശ്യത്തിന് പോകുമ്പോൾ ഈ ബ്ലോക്കുള്ളിടത്തും മറ്റും ഈ സൈറൻ ഇട്ട് പോവാറുണ്ട്. അതിനൊരു നിയന്ത്രണം വേണം. പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് എറണാകുളത്ത് അവിടെ ഈ പോലീസ് ഓഫീസർ വന്ന് സൈഡ് കൊടുത്തു. പിന്നീട് വെഹിക്കിളുമാർ ക്യാമറയെ നോക്കിയപ്പോഴും അതിനകത്ത് ആരുമില്ല. പിന്നെ അദ്ദേഹത്തെ ആ പയ്യൻ പെറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തും ഉണ്ട്, ഒരുപാട് സംഭവിക്കണുണ്ട്. അതിനെ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്നവരാണ് ഞങ്ങളെ ചീത്ത വിളിക്കുന്നത്, എവിടെ പോകണ്ടാന്ന്. ബാക്ക് ശ്രദ്ധിക്കില്ല, ഇതിൻ്റെ അകത്ത് രോഗിയുണ്ടോ ഉണ്ടാവില്ല. ഞാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഡെഡ് ബോഡിയാണെങ്കിൽ സാറ് ഇടയില്ല, ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയാൽ ഇടൂല. എമർജൻസി ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ ഇടൂ. വെറുതെ എന്തിനാണ്, എൻ്റെ ശബ്ദം അറിയാമല്ലോ. ഈ ഡെഡ് ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ എന്തൊക്കെ നിയമ നടപടികൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട്? ഡെഡ് ബോഡി എന്ന് വെച്ചാൽ സൂയിസൈഡ് ചെയ്താണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മോർച്ചറിക്ക് ഒരു ടൈമുണ്ട്. വൈകിട്ട് 4 മണി വരെ ഇൻറ്റിമേഷൻ സ്വീകരിക്കും, പോലീസിൻ്റെ പേപ്പർ. അപ്പം ഇപ്പം നമ്മൾ ഒരു ഒരാൾ തൂങ്ങി മരിച്ചു, അത് അവിടെ ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പോലീസ് വരും. അപ്പോൾ ഒരു 2:30 മണിയെന്ന് വെച്ചോ, അപ്പോൾ പോലീസ് പറയും നമുക്ക് പെട്ടെന്ന് എത്തിച്ചാൽ ഇന്ന് തന്നെ നടക്കും. അപ്പോൾ നേരെ പെട്ടെന്ന് കൊണ്ടുവന്ന് മോർച്ചറിയിലേക്ക് കൊണ്ടുചെല്ല. അല്ലെങ്കിൽ പറ്റുന്നത് നമ്മൾ നേരെ കാഷ്വാലിറ്റി ചെല്ലണം ടൈം കഴിഞ്ഞാൽ. പിന്നെ അവിടെ എല്ലാം രജിസ്റ്റർ ചെയ്ത് ബോഡി അവിടെ ഇറക്കി വെച്ച് അവർ പിന്നെ കൊണ്ട് മോർച്ചറിയിലേക്ക് വയ്ക്കും. അത് പിന്നെ അന്ന് പോസ്റ്റ്മോർട്ടം നടക്കില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അതവരെ പ്രൊസീജിയറാണ്, നിയമത്തിൻ്റെതാണ്. പോലീസിൻ്റെ സഹകരണം എത്രത്തോളം ഉണ്ട്? പോലീസ് ഒരുപാട് സഹായമാണ്. പോലീസ് നമ്മൾ ചിലപ്പം ആദ്യ നാളുകളിലൊക്കെ നമ്മുടെ ഈ വണ്ടി കുറവായിരുന്നപ്പോൾ നമ്മുടെ കോട്ടൂർ വനം ഇവിടെ നിന്ന് 40-50 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്തിട്ട് ചിലർ തേനെടുക്കാൻ പോകുമ്പോഴേക്കും ബോഡി കാണുന്ന അത് പുഴുത്ത് നല്ല ബൾജായി നിൽക്കും, നാറ്റവും കാണും, ഈ ചേരിച്ച്. അപ്പോൾ നമ്മുടെ കാട്ടാക്കട അങ്ങനെയുള്ള സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അവിടെ ചെല്ലും. പോലീസിൻ്റെ സഹായത്തോടു കൂടി അവിടെ ചെന്ന്
ഈ ബോഡി ഇറക്കുന്നത് ചിലപ്പോൾ നമ്മളെ സഹായത്തോടു കൂടി പോലീസായിരിക്കും, ചിലത് ആദിവാസികളും കൂടെ സഹായിക്കും. അല്ല ചിലയിടത്ത് ചെന്നാൽ ഈ ട്രെയിനിനൊക്കെ തട്ടിയിട്ട് 2, 3, 4 കഷ്ണങ്ങൾ കാണും, എല്ലാം പീസായി പോവും, മുഖം വികൃതമായിരിക്കും. അപ്പോൾ അതൊരു ഈ പനമ്പായിൽ ആണ് വാരി കെട്ടുന്നത്. അതിനൊക്കെ സഹായിക്കാറുണ്ട്. ചില ആൾക്കാർ മാറി നിൽക്കും, എല്ലാവരും അടുക്കില്ല. എന്നുവെച്ചാൽ അത് ഭയമാണ്, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് രാത്രിയാകുമ്പോൾ ഇതായിരിക്കും ഓർമ്മ വരുന്നത്. നമ്മളിത് പല പ്രാവശ്യം കണ്ടുകൊണ്ട് കുറേശ്ശെ ആദ്യമൊക്കെ കാണുമ്പോൾ ഭയം തന്നെയാണ്. രാത്രി അതിനെപ്പറ്റി ചിന്തിക്കും. പിന്നെ അതൊരു തൊഴിലല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. ചില ട്രെയിൻ കയറിയ ഒരുപാട് പീസായി പോവും. അത് ചിലപ്പോൾ വന്ന് വീണ്ടും പാളത്തിൽ തന്നെ കിടക്കും, അടുത്ത വണ്ടി കയറും. അങ്ങനെ ഒരുപാട് പ്രശ്നമാണ്. അത് പോലീസ് ഒരുപാട് സഹായിക്കാറുണ്ട്. അതിന് പോലീസ് അവർ വഴക്ക് പറയും, നിങ്ങളെ സഹായിച്ചില്ലേ പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ആവശ്യത്തിന് വാ, അപ്പോഴും നിങ്ങളെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വരട്ടും. പക്ഷേ അവരും എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഡ്യൂട്ടിയാണ്. ചില കേസിന് ആദ്യമൊക്കെ നമുക്ക് അന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പം ഇതിന് കാവലിരിക്കും പോലീസ്. ഇപ്പം തൂങ്ങി മരിച്ചെന്ന് വെച്ചോ, വൈകിട്ടാണ് അറിയുന്നത്. വൈകിട്ട് ഒരു 5 മണിക്ക് അറിഞ്ഞ് അവർ ആ തൂങ്ങി നിൽക്കുന്നതിനെ അറുത്ത് താഴെ ഇടില്ല. അത് കണക്ക് പിറ്റന്ന് വരെ നിൽക്കുന്ന കേസുണ്ട്. അത് പിറ്റന്ന് ഞങ്ങൾ പോയി എടുക്കാറുണ്ട്. ആദ്യം ചിലപ്പോൾ ഇന്ന് നടക്കില്ലെന്ന് പറയും, പിന്നെ പിറ്റന്ന് പോയി എടുക്കും. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ട്. ചേട്ടാ എപ്പോഴെങ്കിലുമൊക്കെ ചേട്ടൻ്റെ ഉറക്കം കളയുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ചേട്ടനെ അലട്ടി മാനസികമായൊരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലേക്കൊക്കെ എത്തിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? അത് ഈ ആസാമിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന വഴിയിൽ ആസാമിൽ പോയിട്ട് വരുന്ന ഒരു വണ്ടിയായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടു. വണ്ടി ഡ്രൈവർ, 2 ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അവന്മാർക്ക് കുറേശ്ശെ തമിഴ് അറിയാം. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞ്. അപ്പോൾ ഏതാണ്ട് ഇരുട്ടി വന്നപ്പോൾ നല്ല ആഹാരം കിട്ടുന്ന കടയുണ്ട്, നമുക്ക് അവിടെ നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സർദാർജിയുടെ കടയാണ്, നല്ല ടേസ്റ്റുള്ള ആഹാരം കഴിച്ച് അങ്ങനെ. അപ്പം പറയും നിങ്ങൾ റെസ്റ്റ് എടു, ഇത്രയും ദിവസം ഓടിയതല്ലേ. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും. അവരും കിടന്ന് ഞങ്ങളും കിടന്ന്. രാത്രി ഒരു 12 മണിയായപ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഈ ഒരു ഭയങ്കര മന്ത്രം. അത് ഭാഷ ഹിന്ദിയാണോ ഇനി പഞ്ചാബിയാണോ എന്ത് ഭാഷയാണെന്ന് എനിക്കറിയില്ല. അത് നല്ല മുഴക്കത്തിൽ തലയിൽ എനിക്ക് കേൾക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഉണർന്ന് പൊങ്ങി നോക്കി. ഇനി വെളുപ്പാങ്കാലം ആകുമ്പോഴേഞ്ഞ് ഇവർ വല്ല മന്ത്രവാദവും പറഞ്ഞാണ്. നമ്മളെ ക്ഷേത്രങ്ങളിൽ സുപ്രഭാതം പറയും പോലെ എന്തോ ആണെന്നാണ് എൻ്റെ ധാരണ. അപ്പം ഞാൻ ആദ്യം കേട്ടിട്ട് പൊക്കി നോക്കിയില്ല, വീണ്ടും കിടന്ന്. അപ്പോൾ കട എന്തായാലും തുറക്കാറായി, ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് വണ്ടി എടുക്കാം എന്ന ധാരണയിൽ വീണ്ടും കിടന്നിട്ട് ഇത് നല്ല രീതിയിൽ വലിയ ശബ്ദത്തിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് നോക്കാം കൗതുകത്തിന് വേണ്ടി. തല പൊക്കിയപ്പോൾ ഈ കട മൊത്തം ഇരുട്ട്, അവിടെ ഒന്നും ആരുമില്ല. അപ്പോൾ രതീഷ് ഫ്രണ്ടിൽ കിടക്കുകയാണ്. അപ്പം ഞാൻ രതീഷിനെ വിളിച്ചു, എടാ രതീഷ് നീ എടിച്ചാണ്, എന്താണ് അത്, നീ ഒരു ശബ്ദം കേൾക്കണമെന്ന് ചോദിച്ചു, ഒരു മന്ത്രം. അപ്പം പറഞ്ഞു ഇല്ല ഞാൻ കേൾക്കണില്ല. ഞാൻ എന്തായാലും നമുക്കൊന്ന് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു. അന്നേരം അവിടെ മറ്റേവൻ പോയി, ആ വണ്ടിക്കാർ പോയി, ചുറ്റും നോക്കി ഒറ്റ വണ്ടിയില്ല. ഞങ്ങളെന്തിനും പുറത്തിറങ്ങി ചെന്നപ്പോൾ കട അടഞ്ഞ് തന്നെയാണ് കിടക്കണത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല, അപ്പോഴേ വണ്ടി വിട്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. എന്തിൻ്റെ ആണെന്ന് മന്ത്രമാണ് കേൾക്കുന്നത്. അത് നമ്മുടെ ഈ ഉറക്കമൊഴിഞ്ഞതിൻ്റെ തലയ്ക്കകത്തുള്ള തരംഗങ്ങളാണ്. ഇപ്പം 4 പുള്ളി കേട്ടില്ല. ഞാൻ അവനോട് ചോദിച്ചു നീ കേട്ടാ? അപ്പം പറഞ്ഞു ഞാൻ കേട്ടില്ല. അപ്പോൾ ഉറക്കമായിരുന്നു, എൻ്റെ അതേ അവസ്ഥ തന്നെ. അപ്പം ഞാൻ ചോദിക്കുകയാണ് നീ കേട്ടാ? ഞാൻ കേട്ടില്ല. എന്താണ്? നമ്മളുടെ നല്ല മന്ത്രം കേട്ട്. അതില്ല കേട്ടില്ല. അങ്ങനെ ഒരു അനുഭവമുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. ഞങ്ങളുടെ നമുക്ക് ഇവിടെ നിന്ന് പോവാം, എന്താണെന്ന് അറിയില്ല. കട അടച്ചേക്കണം. കട തുറന്നെങ്കിൽ ശരി, അവരെന്തെങ്കിലും നമ്മളെ നാട്ടിലാണെങ്കിൽ സുപ്രഭാതം ഇരിക്കും, അല്ല മൈക്കിലിട്ട് ഇത് റേഡിയോ വെച്ചതായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പം അതൊന്നുമല്ല. എന്തോ തലയ്ക്കകത്ത് 4 ദിവസം നമ്മൾ ഉറങ്ങാൻ പറ്റില്ല. ഒരാൾ ഓടിക്കുമ്പോൾ ഒരാൾ ഇരിക്കും, ഇരുന്നേ ഉറങ്ങാക്കും. മറ്റേ പുറകിൽ 6 പേരുണ്ട്, അതിലെത്ര എന്തുറക്കം കിട്ടാനാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ചേട്ടാ ഇപ്പം കേരളം വിട്ടൊക്കെ ചേട്ടൻ ജോലിയുടെ ആവശ്യമായിട്ട് പോകാറുണ്ടല്ലോ. അപ്പം കൃത്യമായ വഴി അറിയില്ല, ചോദിച്ചൊക്കെ ആയിരിക്കില്ലേ പോകുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴെങ്കിലും വഴി തെറ്റി എങ്ങോട്ടെങ്കിലേക്ക് പോയി തിരിച്ചു വരാൻ പറ്റാതെ പെട്ടുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ നമ്മുടെ ബാളാത്തിന് സമീപത്ത് അപ്പോൾ അവർ MC റോഡിൽ ചെന്ന് റൈറ്റ് തിരിയണം.
ഉള്ളിലേക്കുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടേക്ക് ഒരു പാർട്ടി ഓട്ടം വിളിച്ചു കൊണ്ടുപോയപ്പോൾ അകത്തേക്ക് പോകാൻ പറഞ്ഞ് അങ്ങ് നേരെ അകത്ത് ചെന്നു. ഒരുപാട് അങ്ങ് ഉള്ളിൽ പോയി ബോഡി ഇറക്കി രാത്രി 1 മണിയാവും. അപ്പോൾ ഞങ്ങൾ 2 ആളുണ്ടെന്ന്. അപ്പോൾ തിരിച്ച് വരികയാണ്. തിരിച്ച് വാളകം എത്തുന്നതിന് മുമ്പ് വഴി തെറ്റുകയാണ്. വീണ്ടും ഞങ്ങൾ എന്തിനും ചുറ്റി വീണ്ടും തിരിച്ച് അവിടേക്ക് പോകും. അങ്ങനെ 3 പ്രാവശ്യം വഴി ഇങ്ങനെ ചുറ്റി അവിടെ വന്നപ്പോൾ ഒരു കടയുണ്ട്. അടഞ്ഞ കടയ്ക്കകത്ത് ഒരു ചുമ കേട്ട് അതിൻ്റെ ഒരു നിരയുണ്ട്, ഇങ്ങനെ പലക അടിച്ച ഒരു ഭാഗം, അതിലൊരാൾ കിടക്കിയിരുന്നു. അപ്പോൾ ആളെ ഞാൻ തട്ടി വിളിച്ചു. അപ്പോൾ തട്ടി വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്, ചേട്ടാ MC റോഡിലേക്ക് കയറുന്ന വഴി, നിങ്ങൾ MC റോഡിലല്ലേ നിൽക്കണം, 100 മീറ്റർ പോലും ഇല്ലല്ലോ, എന്താണ്? അപ്പം ഇവിടെ 3 പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി, നിങ്ങൾ തെറ്റിയതാണ്. അത് കുറേ 1 മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി, അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ചേട്ടാ, ഈ ഒരു 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പല പല സ്ഥലങ്ങളിൽ പോവുകയും പല പല ആളുകളെ കാണുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും മനസ്സിൽ തട്ടിയ, മനസ്സിൽ തറച്ച എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടോ? നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ അനാഥര ഒരു പരിധി കൂടുതലാകുമ്പം പിന്നെ ഇവിടെ അഡ്മിഷന് ബുദ്ധിമുട്ടാണ്, ബെഡും മറ്റു കാര്യങ്ങളും എല്ലാം പ്രശ്നമാണ്. അപ്പോൾ ഇവർ ഈ അഗതി മന്ദിരങ്ങളെ സമീപിക്കും. അപ്പോൾ അവരെ നിർദ്ദേശം പ്രകാരം ഞങ്ങൾ ഇവിടെ നിന്ന് ആംബുലൻസിൽ 10 ആംബുലൻസൊക്കെ ചിലപ്പോൾ കാണും. അപ്പം അങ്ങനെ കുറച്ച് നാൾ മുമ്പ് ഒരു 30ഓളം പേരെ ഗാന്ധി ഭവനിലേക്ക് കൊണ്ടുപോയി, പത്തനാപുരത്ത്. അപ്പോൾ അവിടെ ചെന്ന് അവിടെ സ്ത്രീകൾക്ക് പ്രത്യേകമാണ്. അവിടുത്തെ ആ ബിൽഡിങ്ങിലേക്ക് ചെന്ന് അവിടെ വണ്ടിയിട്ടു ഓരോരുത്തരേറ്റ് ഇറക്കി അവിടെ വലിയ സ്വീകരണം വരുന്നു അവർക്ക്. എന്നിട്ട് ബൊക്കയൊക്കെ കൊടുത്ത് അവരവരടുത്ത് ഇരുത്തിയപ്പോൾ ഞാൻ ഇതെല്ലാം കണ്ട് ഇത്രയും അനാഥർ ഇങ്ങനെ ഇത്രയും കഷ്ടമല്ലേ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരമ്മ, നല്ല വൃത്തിയുള്ള ഒരമ്മ, സുന്ദരി. അപ്പോൾ അവരൊരു 75-80 വയസ്സ് വരും, മുണ്ടും നേരിയതൊക്കെ കൊടുത്ത്. അപ്പോൾ അവിടുത്തെ കെയറിങ് നല്ല സൂപ്പറാണ്. അത്രയും വീട്ടിൽ നിൽക്കും പോലെയാണ് ആ അമ്മ നിൽക്കണം. ഒരു ചന്ദനക്കുറിയൊക്കെ അടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ്, എവിടെ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തിരുവനന്തപുരമാണെന്ന് പറഞ്ഞു. എന്തിനു? ഇത് കൊണ്ടുവന്നതാണ്, അമ്മ കൊണ്ടുവന്നതാണ്. പക്ഷേ അമ്മ എങ്ങനെ ഇവിടെ വന്ന്? കണ്ടിട്ട് നല്ല കുടുംബം ആണെന്ന് തോന്നല. എൻ്റെ കുടുംബമൊക്കെ വലുത് തന്നെ, ഞാൻ വലിയ കുടുംബത്തിലുള്ളതാണ്. എറണാകുളമാണ് സ്ഥലം. മക്കൾക്കായിരിക്കും ടൈമില്ല എന്നെ നോക്കാനോ, അവർ വലിയ ഉദ്യോഗങ്ങളിലും മറ്റും ഇരിക്കുകയാണ്. അങ്ങനെ ഗാന്ധി ഭവനിലേക്ക് എന്നെ കൊണ്ടാക്കി. എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇവിടെ വളരെ സന്തോഷമുണ്ട്. എന്നാലും നമ്മുടെ മനുഷ്യരല്ലേ, നമ്മളെ വീട്, കുടുംബം, ബന്ധുക്കൾ, കൊച്ചുമക്കൾ, അതെപ്പോഴും നമ്മുടെ ആഗ്രഹമാണ്. അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ആ ഒരു അപ്സെറ്റായിപ്പോയി. ഇത്രയും ആ അമ്മയെ കണ്ടാൽ നമ്മൾ സാധാരണ ഒരു നല്ലൊരു അമ്മ, അത് അവിടെ പ്രത്യേകിച്ച് ആരെയും മുഷിഞ്ഞൊന്നും നിർത്തൂല, എപ്പോഴും വൃത്തിയാണ്. പല അഗതി മന്ദിരത്തിലും അങ്ങനെ അല്ല, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഗാന്ധി ഭവൻ. വളരെ നല്ല ഇതാണ്, ഭക്ഷണമായാലും ഇതെല്ലാം. അപ്പോൾ ഈ അങ്ങനെ ഒരു പരാതി പ്രായമായ ഒരു അമ്മയുടെ അമ്മ പറയണം, എൻ്റെ ജീവിത ചുറ്റുപാടൊക്കെ വലുതാണ്. അവരെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് മക്കളോടൊപ്പം നിൽക്കുക, അവർ ഇത്രയും വർഷം നോക്കി വളർത്തി, ഇനി അവരുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, അവരെ മക്കൾ എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയതായിരിക്കും, അവരുടെയും മക്കൾ ഇത് അവർ ആ കുട്ടികളെ കാണാൻ വരെ ആഗ്രഹം പറയുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു വേദനയാണ്. ഇപ്പൊ ചേട്ടാ, നേരത്തെ ചേട്ടൻ പറഞ്ഞില്ലേ കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നു. പക്ഷെ ഒരു രീതി ചേട്ടൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊരു രീതിയിലുള്ള സംരക്ഷണമോ നിങ്ങളുടെ കൂടെ ആരെങ്കിലും വിടുകയോ ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളുടെ കുടുംബം നിങ്ങൾക്ക്, ഇതല്ലാതെ മറ്റാർക്കും അവിടെ നഷ്ടം സംഭവിക്കുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇനിയും, സംരക്ഷണം ഉൾപ്പെടെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇനിയും ചെയ്തു തരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്? സംരക്ഷണം നമ്മുടെ ഏത് സ്റ്റേറ്റിലിപ്പോൾ എവിടെ, നമ്മുടെ ഇപ്പോൾ പറഞ്ഞില്ലേ ആസാം, അപ്പോൾ എല്ലാം ഇത് അപകടം പിടിച്ച മേഖല തന്നെയാണ്. ഒരു അപകടം വന്നാൽ പോലും ആരെങ്കിലും നമ്മളവിടെ വെച്ച് ഉപദ്രവിച്ചാലോ ഒന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും ആരുമില്ല. നമ്മൾ മാത്രം എന്ത് സംഭവിച്ചാലും സഹിച്ചോണം. അത് മറ്റു തലത്തിലൊന്നും അങ്ങനെ ഒരു ഇതുവരെ ഇല്ല. അതൊക്കെ ആവശ്യമായ കേസാണ്, അത് വേണ്ടതാണ്. സർക്കാർ ചിന്തിച്ചാലും
ഇവിടെ സാമൂഹിക പ്രവർത്തകർ പലരും ഉണ്ടല്ലോ, എല്ലാവരും ചർച്ച ചെയ്യും കാര്യങ്ങൾ ടി വിയിൽ വന്നിരുന്ന്. ഇപ്പോൾ കൊറോണ സമയത്ത് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി, അവസാനം കൊറോണ വരികയും ചെയ്ത്. അത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഒരു 3 പേഷ്യൻ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു വണ്ടി കയറ്റി വിടുന്ന, ഡിസ്ചാർജ് നെഗറ്റീവ് ആയത് കയറ്റി വിടുന്ന സമയത്ത് ഇവരെ ബന്ധുക്കളോ ആരും ഇല്ല, ഞങ്ങൾ ഡ്രൈവർ മാത്രം കാണും. അപ്പം പറയും നെയ്യാറ്റിൻകര, ഒരാൾ കാട്ടാക്കട, അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയ്ക്ക് സമയം മറ്റൊരെണ്ണം. ഇത് കൊണ്ടുപോകണം. ചിലർ വൃദ്ധരായിരിക്കും, അവർക്ക് വീട് പോലും തിരിച്ചറിയാൻ കഴിയില്ല എവിടെയാണെന്ന്. ഇതുപോലെ ചെറിയൊരു ജംഗ്ഷൻ പറയും, അവിടെ ചെന്ന് തപ്പിപ്പിടിച്ച് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നാൽ കഥ തുറന്നിട്ട് തരും, അവരാരും അടുത്തോട്ട് വരില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് കൊറോണയെ പറ്റി അറിഞ്ഞൂടെ, അത്രയ്ക്ക് അപകടമാണ്, മരണപ്പെട്ടു പോകും എന്നുള്ള ചിന്തയായി. ഇപ്പോഴാണ് ഭയം മാറിയ, അന്ന് നല്ല ഭയം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് മൊത്തം. എന്നിട്ട് അത് ഞങ്ങൾ അവിടെ കൊണ്ട് ചെല്ലുന്നു, പൈസ സർക്കാരാണ്, അത് പിന്നീട് കറക്റ്റായി തരും. കൊണ്ടുവിടുമ്പോഴും ഇവർ ആൾ അകത്തേക്ക് കയറ്റി വിട്ടാൽ നമ്മുടെ ഉത്തരവാദിത്തം തീർന്ന്. ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ പോവേണമെന്ന് പറയും. അങ്ങനെ 3-4 കേസും ചിലപ്പം കയറ്റി വിടും ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന്. ചിലത് ഒന്നേ കാണും. അങ്ങനെയുള്ള ഇത്. അത് കഴിഞ്ഞ് ഒരു ദിവസം പകൽ ഞാൻ വരെയാണ്. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊക്കെ കടകൾ തുറന്നു തുടങ്ങി. ആദ്യം മൊത്തം ലോക്കായിരുന്നല്ലോ. കട തുറന്ന് ഞാൻ ഒരു ഹോട്ടലിലേക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ്, ഭക്ഷണം ഇല്ല, നിങ്ങൾക്ക് ഭക്ഷണം ഇല്ലെന്ന്. അവിടെ തരില്ല, കൊറോണ വണ്ടി കണ്ട്. അപ്പോൾ ഞാൻ പറയും അവിടെ ആൾക്കാർ കഴിക്കുകയില്ല, അല്ല തീർന്ന്, ഇരുന്ന സ്റ്റോക്ക് തീർന്ന് ഇല്ലെന്ന് പറഞ്ഞു. അപ്പം അത് എന്നോട് പറഞ്ഞാണ്, ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ പറയും ശരിയെന്ന് പറഞ്ഞു, വഴക്കൂടാക്കൂ. അതുപോലെ പിന്നെ ഇപ്പുറത്ത് വന്നപ്പോൾ ഒരു വല്യപ്പൻ നിൽക്കണം. ഞാൻ പറഞ്ഞൊരു ജ്യൂസ് വേണം. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഞാൻ ആംബുലൻസ് കൊണ്ടുവന്നു, നിങ്ങൾക്ക് ജ്യൂസ് ഇല്ല. ഇല്ല, അയാളാ ഒരു നിര പോലെ ഒരു ചാക്ക് കെട്ടിയിട്ടിട്ടുണ്ട്, അത് വലിച്ച് താഴ്ത്തിയിട്ട് തരില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവസ്ഥ. ഇത് ആരോട് പറയാൻ? ആർക്കും അന്ന് ആ തിരക്കിൻ്റെ ഇടയിൽ ആർക്കും ഇതൊന്നും ശ്രദ്ധിക്കാം. ഡ്രൈവർമാരുടെ കാര്യമൊന്നും ഇപ്പം അവിടെ നമ്മളെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുണ്ട്, അവരതൊന്നും ശ്രദ്ധിക്കില്ല. ചെയ്യുന്ന ജോലിക്ക് അതിനുള്ള സംരക്ഷണം സമൂഹം ചിലർക്ക് അത് പകർച്ചവേദി ആയതുകൊണ്ടുള്ള ഭയം. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ജീവനല്ലേ പ്രധാനം, എല്ലാവരുടെ ബന്ധങ്ങളും മറ്റൊന്നും നോക്കിയിട്ട് നമ്മളും ജീവൻ പണയം വെച്ചാണ് പോകുന്നത്. അവസാനം നമുക്കും കൊറോണ വന്ന്. ആ സമയത്തൊക്കെ വീട്ടിലെ പേടി ഉണ്ടായിരുന്നു? ഈ സമയത്ത് വീട്ടില് ഉണ്ട്. പുറത്ത് നിന്ന് കുളിച്ച് എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് വരൂ. അങ്ങനെ കുറേ നമ്മൾ കയറിയത് തന്നെ അങ്ങനെ പോയത്. വന്ന ഉടനെ കുളിക്കും, പുറത്ത് നിന്ന് എല്ലാ ഡ്രസ്സും അവിടെ പുറത്തിട്ടിട്ട് കുളിച്ചിട്ടേ കയറും. ആംബുലൻസ് ഡ്രൈവർമാർക്ക് മറ്റെന്തൊക്കെ സഹായങ്ങളാണ്, എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇനിയും ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, പ്രാവർത്തികമാവണ്ടേ. പറയാന്നേ ഉള്ളൂ. സർക്കാർ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടില്ല ആംബുലൻസുകാരെ. ഇപ്പം തന്നെ അവർ റേറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം നമ്മളെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി എടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇതിനുമായിട്ട് ബന്ധമുള്ള ആളാണ്, വാഹനമായിട്ട്. അപ്പോൾ കുറച്ച് അറിവും കാര്യങ്ങളും ഉള്ള ആളാണ്. സാധാരണ ഒരു ആളെ പോലെയല്ല. സാധാരണ ആരെങ്കിലും വന്ന് ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിയാവും, ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയാവും. അതുപോലെയല്ല. അദ്ദേഹത്തിന് കാര്യങ്ങളറിയാം. ഒരു വണ്ടിയുടെ എല്ലാ കാര്യവും അദ്ദേഹത്തിന് അറിയാം, അതിൻ്റെ ചിലവ് ഉൾപ്പെടെ. അപ്പോൾ റേറ്റൊക്കെ കൂട്ടി തന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. നമ്മുടെ ആരോഗ്യ പ്രശ്നം നമ്മൾ നോക്കിക്കോണം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മ മരണപ്പെട്ടു പോയി. പിന്നെ ഭാര്യ, 2 മക്കൾ. ഒന്ന് പെൺകുട്ടിയാണ്, ഒന്ന് ആൺകുട്ടി. ഒരാൾ BCom കഴിഞ്ഞിട്ട് CMA, ഇപ്പം MComന് ചേർന്ന്. ഒരാൾ +2. മരണവുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവരൊക്കെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ജോലി വേണോ? അങ്ങനെ ഒന്നും പറഞ്ഞു. ആ മേഖലയിലായിപ്പോയില്ലേ, പിന്നെ ഇനിയൊരു പുതിയ തൊഴിൽ എവിടെ പോവാൻ? ആംബുലൻസ് ഡ്രൈവർമാരുടെ ധൈര്യവും ക്ഷമയും ജീവിതങ്ങൾ രക്ഷപ്പെടുത്താനുള്ള അവരുടെ സമർപ്പണവും നമ്മെ യഥാർത്ഥ ഹീറോകളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് നന്ദി രാജേന്ദ്രൻ ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.